ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മുട്ട ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബോണ്ടയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. ഞാനിവിടെ ഒരു മുട്ട പുഴുങ്ങിയത് ഇതുപോലെ 8 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടലമാവാണ്. അത് 5 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയും 5 വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുത്തത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കടലമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള എല്ലാം നന്നായി ചെറുതായി അരിഞ്ഞതായിരിക്കണം. പകുതി സവാള മതിയാവും, വലിയ സവാളയുടെ ഒരു പകുതി എടുത്താൽ മതിയാവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് കടലമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കണം. ഒരു ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കണ രൂപത്തിലായി കുഴച്ചെടുക്കണം. വെള്ളം ഒരിക്കലും കൂടിപ്പോരുത്. വെള്ളം കൂടി കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുഴയ്ക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുഴയ്ക്കാം. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതങ്ങനെ നന്നായി കുഴച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് മാവ് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഈ മാവ് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലാക്കിയിട്ട് നന്നായി ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നന്നായി പരത്തുക. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കയ്യിൽ എണ്ണ തൂവിട്ട് വേണം നമ്മൾ പരത്താനായിട്ട്. അപ്പോൾ ഇതുപോലെ പരത്തിയിട്ട് മുട്ടയുടെ ഒരു കഷ്ണം എടുത്തിട്ട് നടുക്ക് വെച്ച് ഇതുപോലെ മടക്കിയിട്ട് ആ മുട്ടയുടെ കഷ്ണം അതിൻ്റെ ഉള്ളിൽ ആയിരിക്കണം. അതേപോലെ നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് നന്നായി ഉരുട്ടിയെടുക്കുക. മാവ് നല്ല കനം കൂടാൻ പാടില്ല. അപ്പോൾ മാവ് ഉള്ളിൽ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഉരുട്ടി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ മുട്ടയും മാവിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഉരുട്ടി എടുത്ത് മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാം ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് നന്നായി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടാവുമ്പോൾ നമുക്ക് ഓരോ ബോണ്ടകളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബോണ്ടകളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ ബോണ്ടയുടെ ഉള്ളിൽ വേവില്ല. പുറം മാത്രം കളർ വന്ന് വേവും. പക്ഷേ ഉള്ളിൽ വേവണമെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനായിട്ട്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്നാലേ ബോണ്ടയുടെ എല്ലാ ഭാഗവും ഒരുപോലെ ആവുള്ളൂ. ഇപ്പം നമ്മൾ ഒരു മുട്ടയോ അല്ലെങ്കിൽ പകുതി മുട്ടയൊക്കെ വെച്ചിട്ട് ബോണ്ട ഉണ്ടാക്കുകയാണെങ്കിൽ ബോണ്ട വലിയ ബോണ്ടയാവും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേവണമെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ നമുക്ക് ചെറിയ മുട്ട കഷ്ണങ്ങൾ വെച്ചിട്ട് ബോണ്ട ഉണ്ടാക്കേണ്ടത് നല്ലത്. ഇപ്പം നമ്മുടെ ബോണ്ട ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു പപ്പട കമ്പി കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഉള്ളിൽ വെന്തിട്ടുണ്ടെങ്കിൽ പപ്പട കമ്പിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. വെന്തിട്ടില്ലെങ്കിൽ പപ്പട കമ്പിയുമേ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ പപ്പട കമ്പിയുമ്പോൾ ഒന്നുമില്ല. നമ്മുടെ ബോണ്ട വെന്തിട്ടുണ്ട്. ഇനി ഓരോ ബോണ്ടകളെടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താലും എണ്ണയൊന്നും അധികം കുടിക്കില്ല ബോണ്ടയിൽ. അപ്പോൾ നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയും പിന്നെ നമ്മുടെ ബജ്ജി ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ബോണ്ടയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.